ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? എവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ ഇതാ ഇച്ചുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ലേ, അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇച്ചു ഒരു ഇക്കാക്കാവണീൻ്റെ മുന്നേ അല്ലെങ്കിൽ അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ ഉള്ള ലാസ്റ്റത്തെ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ ഈ ടൈമിൽ ഒരു 6-7 മാസം പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഡിസംബർ 8-നാണ് ഇച്ചുവിൻ്റെ ബർത്ത്ഡേ. 5th ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഈ ഫംഗ്ഷന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടില്ല കേട്ടോ. ഇതിന് ശേഷം എല്ലാവരും ഓരോരുത്തരും ഓരോ തിരക്കിൽപ്പെട്ട് അല്ലെങ്കിൽ ലൈഫ് തിരിഞ്ഞിട്ട് പോയി. ഇതാ അവിടെ എത്തി. അതുപോലെ തന്നെ ഓരോരുത്തരും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഏകദേശം ഓൾമോസ്റ്റ് ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട് നാട്ടിൽ. അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ബർത്ത്ഡേ എന്നുള്ളതല്ല, എല്ലാവരും കൂടെ ഒന്ന് കൂടാ ഇനിയിപ്പോൾ എന്നാ ഇതൊക്കെയെന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ഫങ്ഷനായിട്ടാണ് കേട്ടോ ഇത് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ലാസ്റ്റ് മീൻസ് ഒന്ന് ഫ്രീ ആയിട്ട് ഫുള്ള് തിരക്കിൽ നടക്കുകയായിരുന്നു. പോവാന്നുള്ള കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ടുള്ളൊരു ഫങ്ഷന് അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. എതിർത്തോ എന്റെ ബർത്ത്ഡേ ഫുൾ കട്ട് ചെയ്യാം, നിർത്തോ അത് തുടങ്ങല്ലേ? തുടങ്ങിക്കൊടുത്ത് ആ കട്ടിയത് തുടങ്ങിക്കൊടുത്ത് ആ കട്ടിയത് കട്ടീന കാണാൻ മൊത്തം ആൾക്കാരെ ഒരു പ്ലേറ്റ് കേക്ക് ചെയ്യാൻ മതി. ഓക്കെ അല്ലേ? അന്ന് കുട്ടി കൊടുത്ത റവിയിലെ ഇത് കട്ട് ചെയ്ത് വേണം തീരുമാനമാക്കണം. ഒരു പ്ലേറ്റും ഇതേ ചൂടാറും നിങ്ങളൊരു ഫോട്ടോ എടുത്തോന്നിട്ട് അങ്ങനെതാ ചെറുതായിട്ടൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കേക്ക് അവൻ്റെ ഒരു തിനനുസരിച്ചിട്ടുള്ളത് വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ മിഠായി പിന്നെ കേക്ക് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ കഴിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് നമ്മളവിടെ നിന്ന് പോരലായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും മിസ്സായിട്ടുണ്ടായിരുന്നത് നസീബ് ആണ് കേട്ടോ. അവൻ്റെ ബീക്കാക്കു എന്ന് പറയും. അവന് ഉണ്ടായിരുന്നില്ല, അവന് ദുബായിലായിരുന്നു. പിന്നെന്താ
പിന്നെ ബാക്കി എല്ലാവരോടും നമ്മൾ ഫ്രണ്ട്സ് മീൻസ് ഇവരെല്ലാവരും ഒരുമിച്ചുള്ളൊരു ടൈം എല്ലാവരും കൂടെ ഉള്ളൊരു സിറ്റുവേഷൻ അതിനെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും വലിയതല്ല ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഇതിലുള്ള 1-2 പേര് ഉണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ടോ നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടി ആയിട്ടായിരുന്നില്ല, എല്ലാവരും കൂടെ ഒന്ന് കൂടെ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും ഇത്രയും പേര് ഒരിക്കലും കൂടാനൊന്നും വഴിയില്ല. എന്ത് ഫംഗ്ഷനാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇത്രയും പേര് എന്തോ ഒരു ലക്കിന് വന്ന് കിട്ടിയ മാതിരിയായിരുന്നു. ഇതിൽ ഒരാളുടെ വൈഫ് ഉണ്ടായിരുന്നില്ല, ഒരു കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഇതിലെ നേരെ എടുത്തോ, ഇതിലെല്ലാരും ഇല്ല. തുടങ്ങിക്കൊണ്ട് കട്ടികള് കട്ടികൾ കാണാൻ അതൊന്നും അത് കാണില്ല. മോനെ അവിടെ ഇതാണോ സ്മൈൽ പ്ലീസ്. അവരോട് വർത്താൻ പറ്റുള്ളൂ, ശ്വാസം കിട്ടുള്ളൂ ചെയ്യുന്നില്ല. പ്രഭു അവിടെ പോയിന്ന് കുറച്ചും പാടെ അപ്പുറത്തേക്ക്